ഒരു ഗ്രാമത്തിൻ്റെ സ്വപ്നമായിരുന്നു അത്. ഒരു നാടിൻ്റെ നാളെയിലേക്കുള്ള പ്രതീക്ഷ. വയനാട് ജില്ലയിലെ മുട്ടിൽ പഞ്ചായത്തിലെ കൊളവയൽ എന്നൊരു കൊച്ചു ഗ്രാമം. 1970 കാലഘട്ടം. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്ന കാലം. പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങൾ മലനിരകളെ തഴുകുമ്പോൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ചുമലിലേറ്റി ഓരോ ദിവസവും അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കൂലിവേലക്കിറങ്ങുന്ന ജനങ്ങൾ. അവരുടെ കണ്ണുകളിൽ കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷേ അതിലുപരി ഒരു സ്വപ്നവും. നമ്മുടെ കുട്ടികൾ പഠിക്കണം, നമ്മുടെ ഗ്രാമത്തിനും ഒരു സ്കൂൾ വേണം. ഈ ചിന്തയാണ് കൊളവയലിലെ മുതിർന്നവരെ ഒരുമിപ്പിച്ചത്. ഒരു ചെറിയ കൂടിച്ചേരൽ, പക്ഷേ വലിയ ഒരു തീരുമാനത്തിൻ്റെ തുടക്കം. അവരാ സ്വപ്നം പങ്കുവച്ചത് ഇടവക വികാരിയായിരുന്ന ഫാദർ പോൾ പുത്തൻപുരക്കലിനോടായിരുന്നു. അന്നു മുതൽ വാക്കുകൾ മാത്രമായിരുന്ന സ്വപ്നം പ്രവൃത്തിയായി മാറി. കൂർക്കക്കാലായിൽ മാണിയുടെ നേതൃത്വത്തിൽ ഗ്രാമം മുഴുവൻ ഒരേ മനസ്സായി. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പിന്തുണയും കൈകോർത്ത് അധികൃതരുടെ അനുമതി ലഭിച്ചു. അങ്ങനെ ഒരു സ്കൂളിനായി ഒരു നിർമ്മാണ കമ്മിറ്റി രൂപപ്പെട്ടു. മാണി കൂർക്കക്കാലായിൽ, ഉലഹന്നാൻ മാലാൻ, കുഞ്ഞിരാമൻ നായർ, കുഞ്ഞു വർഗീസ് നെല്ലിക്കുന്നേൽ, ജെയിംസ് മാലാൻ, ലൂക്കോസ് പാറപ്പറമ്പിൽ, കുര്യൻ മനയത്ത്, ആന്റണി തറപ്പുതൊട്ടിയിൽ, തോമസ് മുതുകുന്നേൽ. ഓരോ പേരിനും പിന്നിൽ വിയർപ്പും വിശ്വാസവും ത്യാഗവും. ഫാദർ പോൾ പുത്തൻപുരയ്ക്കൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. മണ്ണിന് മേലുയർന്നത് ചുമരുകൾ മാത്രമല്ലായിരുന്നു, ഒരു നാടിൻ്റെ ആത്മവിശ്വാസമായിരുന്നു. പതിയെ ആ സ്വപ്നം രൂപം കൊണ്ടു. 1976 ജൂൺ 5, ചരിത്രമായൊരു ദിവസം. മാനന്തവാടി രൂപതയുടെ മെത്രാനായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴിയുടെ ആശീർവാദത്തോടെ കൊളവയൽ കോഴിമൂല കോളനിയിലെ കുറുമൻ മുരവൻ തൻ്റെ വിറക്കുന്ന കൈകളാൽ ദീപം തെളിച്ചു. ആ ദീപം ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനം മാത്രമല്ലായിരുന്നു, അത് കൊളവയലിൻ്റെ ഭാവിയെ പ്രകാശിപ്പിച്ച ആദ്യ വെളിച്ചമായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ എണ്ണമറ്റ കുട്ടികളുടെ ജീവിതത്തിലേക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന ഒരു സ്ഥാപനം. വിദ്യാസമ്പന്നരായ പുതുതലമുറകളെ വാർത്തെടുക്കുക, അതാണ് ഈ സ്കൂളിൻ്റെ ദൗത്യം. 50 വർഷങ്ങൾ പിന്നിട്ടിട്ടും തല ഉയർത്തി നിൽക്കുന്ന കൊളവയലിൻ്റെ അഭിമാനം. ഒരു ഗ്രാമത്തിൻ്റെ സ്വപ്നം, ഒരു നാടിൻ്റെ വികസനം. കൊളവയൽ സെയിൻറ് ജോർജ് ALP സ്കൂൾ ചരിത്രം മാത്രമല്ല, ജീവിക്കുന്നൊരു കഥയാണിത്. അപ്പോൾ ആദിവാസികൾ കുറേ കോളനികളുണ്ട്. അപ്പോൾ അവർ പിള്ളേരൊന്നും പഠിക്കാത്തത് കാരണം അന്നേരം ഒരു ആലോചന വന്നാണ്, ഒരു സ്കൂൾ ഉണ്ടാക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഒരു പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഈ അങ്ങോട്ട് പോയാൽ ചലഞ്ചാല് ഭാഗത്തേക്ക് അവിടെ പുഴ, ചുറ്റോട് ചുറ്റും പുഴയ്ക്ക് ഒരു ദ്വീപ് പോലെ. അപ്പം നമ്മളുടെ കിടപ്പ് പുഴയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കാക്കവയലിന് പോകണം, അല്ലെങ്കിൽ മുട്ടിലിന് പോകണം. അപ്പോൾ ഇത്രയും അകലെ ഈ 4 വയസ്സ് വരെയുള്ള കുട്ടികളെ വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്കൂൾ ഉണ്ടാക്കാനും അതെല്ലാം കാരണമായത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ഇവിടുത്തെ ആദ്യത്തെ രജിസ്ട്രേഷൻ ആദ്യത്തെ ഒന്നാമത്തെ ബിജു കെ, അദ്ദേഹത്തിന്റെ പിതാവ് മാണി, കെ മാണി, കോൺഗ്രസിന്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. ഞാൻ ആ കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ മുതൽ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിന് പോയതാണ്. അപ്പം അതിൻ്റെ പ്രസിഡന്റ് മീനങ്ങാടിക്കാരനായ PC ദാമോദരൻ നായർ, അദ്ദേഹം ഞങ്ങളോട് ചെന്നപ്പം ചോദിച്ചു, നിങ്ങൾക്ക് എയ്ഡഡ് മേഖലയിൽ ഇപ്പോൾ സ്കൂളുകൾ ഒത്തിരി അനുവദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കൂൾ ഞാൻ ശരിയാക്കി തരാം. അന്ന് PP മുറുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടമെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അവിടെ മാണി ചേട്ടനാണ് പുള്ളി ഒരു കുറച്ച് സാമൂഹിക രംഗങ്ങളിൽ കൂടുതൽ പ്രശോഭിച്ചിരിക്കുന്ന ആൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റൊക്കെയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ സാറേ, ഞങ്ങൾക്ക് ഒരു സ്കൂള് അനുവദിച്ചു തരാം. ഞങ്ങൾ 4ാം ക്ലാസ് വരെയുള്ള ഒരു LP സ്കൂള്, അവിടെ കുറച്ച് ആദിവാസികളും കുടുംബങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പം അതുങ്ങളും സ്കൂളിൽ പോകുന്നില്ല. അപ്പം സ്കൂൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കാം എന്ന് പറഞ്ഞു. ശരി, ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. എഴുതി. സ്കൂള് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് അന്ന് ഇവിടെ വികാരി ഇല്ല, പള്ളിയിൽ അത്രയൊന്നുമില്ല, മാനേജ്മെൻറ്റിലാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റി കൂടി സ്കൂളുകളിൽ ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു, കാരണം കെട്ടിടം പണിയാനൊക്കെ പൈസ ഒത്തിരി വേണമല്ലോ. എങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും അതിനോട് യോജിച്ചു, സഹകരിച്ചു. അതിങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ്.
അങ്ങനെയാണ് ഒന്ന് സാമ്പത്തികമായിട്ട് പള്ളിക്കൊന്നും പിന്നെ സാമ്പത്തികമൊന്നുമില്ല, പിരിവെടുക്കാനും വലിയ കാര്യമില്ല. എന്നാലും ഉള്ളതുപോലെയൊക്കെ ഞങ്ങൾ പിന്നെ പിരിവെടുത്തിട്ട് സമാധാനമായിട്ടും ഒക്കെ ചെയ്തതാണ്. അന്ന് ഫാദർ പോൾ പുസ്തംബര എന്ന് പറയുന്ന അച്ഛൻ തെനേരി വികാരിയാണ്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ഞായറാഴ്ച ദിവസം മാത്രം വരും. അപ്പോൾ ഇവിടുത്തെ ചാർജ് അദ്ദേഹത്തിനാണ്. സ്ഥിരമില്ല ഇവിടെ, തെനേരിയിൽ നിന്നാണ് വരിക. അപ്പോൾ അദ്ദേഹം പോൾ പുസ്തംബര അദ്ദേഹം ഇവിടെ സഹകരിച്ച് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മരിച്ചു. ഈ സ്കൂളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പാറപ്പുറത്ത് തോമസ് ഏട്ടൻ എന്ന് പറഞ്ഞ ആൾ, തോമസ് എൻ്റെ ഒരു അമ്മാവനാണ്. അഗസ്റ്റിൻ മാസ്റ്ററുടെ ഒക്കെ പിതാവാണ്. മറ്റേ പിറ്റിയാസ് മാസ്റ്ററൊക്കെ അറിയില്ല, അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചു അതിൻ്റെ പണികൾ മുഴുവൻ നോക്കി നടത്താൻ വേണ്ടി. അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ടു. ഒരു സ്കൂളിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞിട്ട് അയാൾ വീട്ടിൽ തന്നെ പോവുകയില്ലായിരുന്നു. കാരണം ഈ മരങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം പരിക്കൊണ്ട് പോകുന്നുള്ള പേടി രാത്രി വരെ അദ്ദേഹം ആ സ്കൂളിൻ്റെ ഒരു ഷെഡുണ്ടായിരുന്നു, ആ ഷെഡിൽ കിടന്ന് ഉറങ്ങി അങ്ങനെ കഴിഞ്ഞ് നല്ല ഉത്സാഹത്തോടു കൂടി തന്നെ ആ പണികൾ പൂർത്തിയാക്കി ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങൾ ഉദ്ഘാടനം മാനന്തവാടി ബിഷപ്പൊക്കെ വന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യിച്ചത് ഒരു മരവൻ, ഒരു ആദിവാസി മരവനെ കൊണ്ടാണ്. പറയും കൂർമൻ മരവൻ എന്ന് പറയുന്നത് ഇവിടെ ഈ കൊള്ളാടിപ്പരയ്ക്കുണ്ടായിരുന്നതാണ് കൂർമൻ. അദ്ദേഹത്തെ കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിപ്പിച്ചത്. അത് നല്ല നിലയിൽ പോകുന്നു. ആദ്യത്തെ ഹെഡ്മിസ്ട്രസ് ഈ ഫാദർ പോൾ പുത്തൻപരാച്ചൻ്റെ സിസ്റ്റർ മേരി എന്ന് പറയുന്ന ആദ്യത്തെ ഹെഡ്മിസ്ട്രസ് അത് ഒരു ക്ലാസ്സല്ലേ തുടങ്ങുന്നു, പിന്നെ ഇങ്ങനെ തുടങ്ങി പോയതാണ്. അതിനുശേഷമാണ് പിന്നെ 2 സിസ്റ്റർമാർക്ക് നിയമനം കൊടുത്തൂടെ. അറബിക്ക് ഒരു പോസ്റ്റ് കൊടുക്കുക. അപ്പോൾ മുസ്ലിം കുട്ടികൾ പറയുന്നുണ്ട്, അപ്പോൾ അവർ പുറത്തേക്ക് പോകണ്ട, ഈ ഭാഗത്തും നെന്മേനി ഭാഗത്തും അവിടെ നിന്നൊക്കെ കുറേ വരാൻ വരുന്നുണ്ട്. അപ്പോൾ അറബിക്ക് ഒരു പോസ്റ്റ് കൊടുത്തു. മറ്റേ ടി കെ മുഹമ്മദ് മാസ്റ്ററുടെ ഭാര്യ ആയിഷ ടീച്ചർക്ക് കൊടുത്തു. ആ ടീച്ചർ ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുട്ടികൾ മുസ്ലിം കുട്ടികൾ കുറഞ്ഞപ്പോൾ ഇവിടെ പോസ്റ്റ് പോയപ്പോഴാണ് പിന്നെ അവർ കാക്കവല്ലിലേക്ക് മാറിപ്പോയത്. അപ്പോൾ ഈ സ്കൂൾ വന്നുകൊണ്ട് കുറച്ച് പേരെങ്കിലും ആ കാലത്ത് ഒരു 4 വരെയൊക്കെ പുറത്തേക്ക് പോയില്ലെങ്കിൽ ഒരു 4 വരെയൊക്കെ അവർക്ക് കുറേയൊക്കെ പഠിക്കാൻ കഴിക്കാം. അതിനൊക്കെ ശേഷം പിന്നീട് ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളുണ്ട് ഈ ആദിവാസി മേഖലയിൽ.